ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷ സുഖമാണോ? അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു ഡേ മൈ ലൈഫിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ ലൈവ് കുറച്ച് നേരമായിട്ടുള്ളൂ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് മുറ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. ആകെ നനഞ്ഞുകൊണ്ട് കേട്ടോ, തുണികളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി പോയതിനും ആകെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നല്ല നല്ല കമൻസ് ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ വീട്ടിലെ കുറച്ച് പണികളൊക്കെ ആയിട്ട് കുറച്ച് പണി പറഞ്ഞാൽ ഇനി അടിച്ചൊരു തുടക്കാൻ തന്നെ ഉള്ളൂ. രാവിലത്തെ ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറും മമ്പയർ കറിയും വെണ്ടക്ക തോരനും കേട്ടോ, മെഴുക്ക് പുരട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ അലക്കലൊക്കെ രാവിലെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുഡും ഉണ്ടാക്കലും രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് വെള്ളം പറഞ്ഞടിച്ചിട്ട് ഞാനും അപ്പുറത്തെ ചേച്ചിയും കൂടെ കേട്ടോ. അപ്പോൾ ചേച്ചിനെ ഞാൻ അതിൽ ഉൾപ്പെടുത്തൂല. ഓക്കെ, അപ്പോൾ കാണാം. Adati. ഞാൻ ആക്കണോ? അമ്മ നല്ല മയക്കാറുണ്ട് കേട്ടോ. അമ്മച്ചി നന്നെ കുളിച്ചിക്കണു ഗൈസ്. ഇമ്മച്ചിക്ക് അടുത്ത പണിയാണ് ഗൈസ്. കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴയാണ് കേട്ടോ, മയത്താണ് ഇമ്മച്ചി ചെയ്യണത്. ഇവിടെ കണ്ടില്ല, എമ്മച്ചി കണ്ടില്ല, വെള്ളം കത്തിട്ടുണ്ട്. ഈ പാട്ടൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമാക്കി. അപ്പോൾ മുത്തുമണികളെ അടക്ക വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുഴങ്ങി ആകെതാ ഫുള്ള് നനഞ്ഞുകൂണം, ആകെ നനഞ്ഞുകൂണം. ഇനി എനിക്ക് അകം അടിച്ചൊരു തുടക്കാനുണ്ട്. അയ്യോ കൈകുത്തി കൈസ്. അകം അടിച്ചൊരു തുടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അടിച്ചൊരു തുടക്കണമൊക്കെ ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ട്, നനഞ്ഞ് നിൽക്കുകയാണ്. മുറ്റൊക്കെ നല്ല ക്ലിയർ ആയി ഞാൻ കാണിച്ചാൽ കേട്ടോ. മുറ്റം ക്ലീൻ ആയത് മുറ്റം കണ്ടോ, ഫുള്ള് ക്ലീൻ ചെയ്തിട്ടോ. ഞാൻ അതിൻ്റെ മുന്നേ ആദ്യം ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അപ്പുറത്തോരതൊക്കെ മുറ്റം അടിച്ചൊരു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ തലക്കത്തോരതും എല്ലാവരും അവിടുന്ന് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം. കാരണം നമ്മൾ ഇവിടുത്തെ വേസ്റ്റ് അവിടെ പോയി എന്ന് പറയണ്ടല്ലോ അതിന്. ഓക്കെ, അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടോ. വഴുക്കലൊക്കെ പോയി ഉണ്ടോ, അടിച്ചടിച്ച് വൃത്തിയാക്കി. പിന്നെ അടുക്കള ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ വടി കേട്ടോ, ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. മൊത്തം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കൈ ഇവിടെ കുത്തിയിട്ട് ഭയങ്കര വേദന ഗൈസ്. അപ്പോൾ ആകെ നനഞ്ഞതാ, ആകെ ഫുള്ള് നനഞ്ഞ് നിൽക്കുകയാണ്. ഇനി എനിക്ക് അടിച്ചൊരു തുടക്കണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ മുത്തുമണികളേതാ ചോറ് ഇതാ കേട്ടോ. ചോറ് ഇതാ, മമ്പയർ കറി ഇതാ, പിന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഇതാ കേട്ടോ. ഓക്കെ, പിന്നെ കുക്കറിൽ രാവിലെ പുഴുങ്ങി വെച്ച ചോളമല്ല സ്വീറ്റ് കോൺ അതുകൊണ്ട് കേട്ടോ. അത് ഞാൻ മോള് വൈകുന്നേരം കഴിക്കും ചായക്ക്. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഞാൻ വേഗം നിലം അടിച്ചോരി തുടക്കട്ടെ കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഡ്രസ്സുകളാണ് ഗൈസ്, കാണാൻ പറ്റില്ല അത്രയും ഡ്രസ്സുകളാണ്. ഓക്കെ, ഇവിടെ ഉണ്ടോ ഫുള്ള് ഡ്രസ്സുകളാണ്. തുണികൾ അടുത്ത അയലും മൊത്തം തുണികളാണ്. അപ്പോൾ ഞാനിനി വേഗം അടിച്ചോരി തുടക്കട്ടെ. ഇനിയിപ്പോൾ കുളിക്കാൻ നേരം വെക്കും. ഓക്കെ,
വൃത്തിയാക്കി കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉണങ്ങണം, നല്ലോണം ഒന്ന് ഉണങ്ങണം കേട്ടോ. അപ്പോൾ മുത്തുമണികളെ നഞ്ഞിട്ട് ആകെ എന്തൊക്കെ പോലെ ഉണ്ട്. ഞാൻ എൻ്റെ എല്ലാതും കഴിഞ്ഞു കേട്ടോ. തുടക്കലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്ന പോലെ ഉണ്ടാവും, ചെറുതായിട്ടൊരു സ്പ്രേഡി പോലെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ വേഗം പോയി കുളിക്കട്ടെ. തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞാനും ഈ മോളും കൂടെ കുളിക്കണം. മോളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. തുണികൾ ഉണങ്ങണം, ഉള്ള തുണികളായാലും കൂടെ ഒക്കെ തുണികളാണ്. ഉണങ്ങണം, ഉണങ്ങി കിട്ടണം. അവിടെയൊക്കെ ഫാൻ ഇട്ടുക്കുക. അപ്പോൾ ഇനി ഞാൻ കുളിച്ചിട്ട് വരട്ടെ. കുളിച്ച് വന്നിട്ട് കാണാം. ഓക്കെ, ആകെ നഞ്ഞ് പുണ്ടിക്കൊണ്ട് അവിടെയൊക്കെ തുണികളാണ്. മഴക്കാലത്ത് ബുദ്ധിമുട്ടാണല്ലേ മക്കളെ. മഴ വേണേനും എന്നൊരു ബുദ്ധിമുട്ടുമാണല്ലേ. അതിലടക്ക ഞാൻ കുളിക്കട്ടെ കേട്ടോ. അല്ല, ഈ നമ്മളെ കുളിപ്പിച്ച് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ കുളിക്കണം. ഓക്കെ, അപ്പോൾ ഇനി കുളിച്ചിട്ട് കാണാം. എൻ്റെ കുളി കഴിഞ്ഞ് ഞാൻ പല്ല് ഡോക്ടറെ അടുത്തേക്ക് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ വിളിച്ചപ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ പല്ലുമ്മത്തെ ക്ലിപ്പ് ഒന്ന് റിമൂവ് ആക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണ്ട കേട്ടോ ഞാൻ അവിടെ പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പോൾ സമയം 12:05 ആവണുള്ളൂ കേട്ടോ. 1 മണിയാകുമ്പോഴത്തേനാണ് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഇനിയിപ്പോൾ കുളി കഴിഞ്ഞു കേട്ടോ എൻ്റെ. പിന്നെ ഇപ്പം എന്താ, ഞാനിനി എന്താ വെച്ചാൽ വേഗം ബാങ്ക് കൊടുത്താൽ വേഗം നിസ്കരിച്ചിട്ട് പിന്നെ ചോറിന്നിട്ട് ഞാനും ഈ മോളും പോകും കേട്ടോ. ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല, മഴ വരുന്നതിന് മുന്നേ പോകണം. എന്നാലും ചെറുതായിട്ടൊരു ചാറ്റിലുണ്ട്, വലിയ ശക്തിയിലുള്ള മഴയില്ല. കുടയില്ല, റിസമോക്ക് മാത്രമേ കുട ഉള്ളൂ. അപ്പോൾ ഉള്ള കുട വെച്ചിട്ട് പോകണം. മക്കരപ്പറമ്പ് അങ്ങാടിക്ക് പോകണം ഡോക്ടറെ അടുത്തേക്ക്. അപ്പോൾ ഇന്ന് ക്ലിപ്പ് വരും ഗൈസ്. 1 വർഷം 2-3 മാസമായി ഞാനിത് ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ ക്ലിപ്പ് ഇന്ന് റിമൂവ് ആക്കും ഗൈസ്. കണ്ടോ, ഞാൻ ആദ്യം ക്ലിപ്പ് ഇട്ടതായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത് ഇടേണ്ടി വന്നതാണ്, കാരണം നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പല്ല് പറിച്ചിട്ടാണ് ക്ലിപ്പ് ഇട്ടത്. ഇതിൻ്റെ പല്ല് അങ്ങനെ പൊന്തലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ സൈഡിൽ നല്ലൊരു ഇട ഉണ്ടായിരുന്നു. ഇട പറഞ്ഞ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാൻ ക്ലിപ്പ് ഇട്ടത് തന്നെ. അപ്പോൾ അത് മാറിക്കിട്ടി. അല്ല, എന്നിട്ട് പിന്നെ ആദ്യം ഇട്ട സമയത്ത് പിന്നെ പറഞ്ഞു പല്ല് ഗ്യാപ്പ് അടഞ്ഞപ്പോൾ ചെറിയൊരു തള്ളൽ പോലെ ഉണ്ട് സൈഡ് മുന്നിൽ. അപ്പോൾ അത് ലെവലാക്കണമെന്നുണ്ടെങ്കിൽ 4 പല്ല് പറിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറിച്ചിട്ട് 3 വർഷം ഞാൻ ക്ലിപ്പിട്ടു. 3 വർഷം. എന്നിട്ട് പിന്നെ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റക്കമ്പി ഇട്ട്. അപ്പോൾ അതൊന്നും ശരിയായില്ല. ഒറ്റക്കമ്പി ഇട്ടിട്ടും ഭയങ്കര വേദനയും കാര്യങ്ങളും, പിന്നെ എന്താ പറയുക, എപ്പോഴും ബ്ലഡും കാര്യങ്ങളും വരിക, പിന്നെ അതേപോലെ ഗ്യാപ്പൊന്നും അടയണില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി, അന്ന് ഞാനൊക്കെ മറ്റേ ആദ്യം ഇട്ട ഡോക്ടറോട് കുറേ ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം നമ്മളിത് ശരിയാവാതെ നമ്മൾ പൈസ നമുക്ക് മരത്തുമെന്ന് പറിച്ച് കൊടുക്കുന്നില്ലല്ലോ, നമ്മൾ പണിയെടുത്തുണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കല്ലേ. പിന്നെ ഞാൻ എന്താട്ടി, നമ്മൾ അറിയണ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ശരിക്കും എന്നോട് ചിരിക്കാൻ പറഞ്ഞു. ചിരിച്ചപ്പോൾ എൻ്റെ ഒരു സൈഡിക്ക് ഇങ്ങനെ ചെരിഞ്ഞീനു. ഒരു സൈഡിക്ക് ആദ്യം ചെറുതായിട്ട് ചെറിയൊരു ചെരിവ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ആ ചെരിവ് മാറി, മാഷാഅല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലിപ്പ് പോരാനായി. അപ്പം ഇനി പോകണം. ഊരിയിട്ട് പിന്നെ നമ്മൾ ഒറ്റക്കമ്പി ഇടണം കേട്ടോ. നമ്മൾ ഒറ്റക്കമ്പി ഇട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല, പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ ആവും. അപ്പോൾ ഒറ്റക്കമ്പി ഇടും, അതിനൊന്ന് അളവെടുക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 500 രൂപ ഉണ്ട്, അത് കൊണ്ട് കൊടുത്തിട്ട് ദൂരണം. ബാക്കി ഞാൻ ഇൻഷാല്ലാ എൻ്റെ അടുത്ത് ഉണ്ടാകുമ്പോൾ ഞാൻ തരാമെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട്. നല്ല ഡോക്ടറാട്ടോ. ഞാൻ ഏതായാലും ഇൻഷാല്ലാ ഞാൻ ഡോക്ടറെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഡോക്ടർ മാസ്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ പകുതി മാത്രമേ കാണുള്ളൂ കേട്ടോ, ഇവിടുന്ന് ഇങ്ങനെ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അവിടുന്ന് ക്ലിപ്പ് റിമൂവ് ആക്കണതും ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, അളവെടുക്കണതൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്താ പറയുക, ഇനി ഫുഡ് കഴിക്കട്ടെ. ഇനിയിപ്പോൾ അധികം സമയമില്ല, 1 മണിൻ്റെ മുന്നേ എത്തണം. 1 മണിയാകുമ്പോൾ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇവിടെ കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ, ഒരു 12:30 ആകുമ്പോൾ
ഇറങ്ങാനാണ് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ, ഞാൻ യമോള് ഫുഡ് കഴിക്കട്ടെ. പോകാൻ നേരമാകുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, പോകാനാകുമ്പോഴത്തേന് ബാങ്ക് ചിലപ്പോൾ കൊടുക്കലുണ്ടാവില്ല, വന്നിട്ട് നിസ്കരിക്കും. അതാവും നല്ലത് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം. കാരണം മഴ ആയതുകൊണ്ട് ഇപ്പം മഴ സമയമല്ലേ, അപ്പോൾ കുടമില്ല, ആകെ ഒരൊറ്റ കുടമുള്ളൂ, യമോളെ കുട മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം പോകാൻ നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ചോറ് കേട്ടോ, ഞാനിതാ മമ്പയർ കറി ഉണ്ട്, വെണ്ടക്ക മെഴുക്ക് പുരട്ടിയുണ്ട്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ അച്ചാറുണ്ട് കേട്ടോ. അച്ചാർ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ആരൊക്കെ ഉണ്ടാക്കിയെന്ന് അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ ചോറ് കഴിക്കണം കേട്ടോ. ചോറ് കുറച്ചുള്ളൂ കേട്ടോ, അത് സൂം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടാട്ടോ ഫോണ്, ചോറ് തോനുള്ള പോലെ തോന്നണേ. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ മുത്തുമണികളെ, വറ്റൽമുളക് ചോറ് കഴിക്കട്ടെ കേട്ടോ. യമോളത് അവിടെ ചോറ് തിന്നുന്നുണ്ട്. അപ്പുറത്തെ റൂമത്തെ ചേച്ചീൻ്റെ സൗണ്ടാട്ടാ കേൾക്കണേ, ഒരു ഫോണിൽ സംസാരിക്കുക. അപ്പോൾ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടക്ക ലേഡീസ് ഫിംഗർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് മമ്പയർ കറി, മമ്പയർ ഞാൻ തേങ്ങ അരക്കാതെ കേട്ടോ കറി വെച്ചിരിക്കുന്നത്, തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ അതേപോലെ മമ്പയർ തോരൻ വെക്കുമല്ലോ, അതൊരു രസമാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പോവാണ്, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഇറങ്ങട്ടെ. ഇപ്പം സമയം 12:30 കഴിഞ്ഞു. നടക്ക്. അപ്പം പോട്ടെട്ടോ, നമുക്ക് പോവാം. വാലൊന്ന് പൂട്ടിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് പോവാട്ടോ. ഇവിടുന്ന് വണ്ടി കിട്ടിയാൽ മതി, പോണ ഓട്ടോറിക്ഷ. അപ്പം നമുക്ക് നേരെ പോവാട്ടാ. തിരിച്ച് വരുന്ന വരെ മഴ ഇല്ലാതിരുന്നാൽ മതിയേനു, അതാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. ആകെ നനയും. അപ്പോൾ മുത്തുമണികളെ, നമുക്ക് അവിടുന്ന് ഓട്ടോ കിട്ടിയിട്ടോ, ഇറങ്ങിയൊക്കെ തന്നെ ഓട്ടോറിക്ഷ കിട്ടി, ഓട്ടോറിക്ഷ കിട്ടിയിട്ടോ. പിന്നെ നമ്മളെ കൂടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ, ചേച്ചി മക്കരപ്പറമ്പൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും നല്ലതിൽ പോകാൻ പറ്റി. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഓട്ടോറിക്ഷയിൽ. മറ്റേത് മഴ പെയ്യുന്ന സമയത്തല്ല, ഒരുപാടാകുമ്പോൾ ഭയങ്കര തിണ്ടായി ഇരിക്കണ്ടേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, തീരെ ഇഷ്ടമില്ലാത്ത കാര്യം അത്. അപ്പോൾ അങ്ങനെ മക്കരപ്പറമ്പ് എത്തി, അവിടുന്ന് ഓട്ടോ ഇറങ്ങി നമ്മൾ നടന്ന് പോവാട്ടോ ഡോക്ടറെ അടുത്തേക്ക്. ഡോക്ടറെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്ക്, നമ്മൾ 1 മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞാണ്. ഓക്കെ, ചിലപ്പോൾ നല്ല തിരക്കാണ്. പോയി നോക്കാം. ഇപ്പോൾ ഈ വരവ് തിരിച്ച് വരുന്നത് വേറെ. അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ മാസമായി കൊണ്ടു. അപ്പോൾ ഇവിടെ വരാത്തത് കൊണ്ടാവുന്നുണ്ടോ, ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് മാറ്റമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മാറ്റം വരുത്തിയതുകൊണ്ടേ അറിയില്ലേനു കേട്ടോ, ഉള്ളിൽ കയറണമെന്ന്. പക്ഷേ ഡോക്ടർ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഡോക്ടറെ ഉള്ളിലുണ്ട്. ഉള്ളിലേക്ക് കയറാൻ പോവാട്ടോ, ഡോക്ടർക്ക് കയറാൻ പോവാണ്. ഈ ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡോക്ടറാട്ടോ. നമുക്ക് എന്താ പറയുക, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഡോക്ടർ സംസാരിക്കുക എല്ലാവരോടും, കുട്ടികളോടാണെങ്കിലൊക്കെ. അപ്പോൾ അതിൻ്റെ പല്ലൊക്കെ നോക്കുകയാണ് കേട്ടോ, എന്തായി എന്നൊക്കെ നോക്കുകയാണ്. എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. കാരണം ഡോക്ടർ പറഞ്ഞു ചെറിയൊരു വേദന ഉണ്ടാവും റിമൂവ് ആക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ പഞ്ഞി വെച്ച്. അപ്പോൾ എന്നോട് ആ പഞ്ഞി കടിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് കോട്ടുപല്ല് തമ്മിൽ കടി കിട്ടണില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞ് ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ ഒന്നും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. നല്ല ഡോക്ടർ, നമുക്ക് എന്തുണ്ടെങ്കിലും ഡോക്ടറോട് പറയാം കേട്ടോ. നമുക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, എല്ലാതും പറയാം കേട്ടോ. ഡോക്ടർ നല്ല ഡോക്ടറാണ്, നല്ല ട്രീറ്റ്മെൻറ്റുമാണ് കേട്ടോ.
അപ്പോൾ ഗൈസ് 1 വർഷം 3 മാസം അതിന് ശേഷമാണ് കേട്ടോ പല്ലിലെ ക്ലിപ്പ് റിമൂവ് ആക്കിയത്. പല്ലിപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ. കാരണം 1 വർഷം 3 മാസം എൻ്റെ പല്ലിൽ ഈ സാധനം കിടന്നതല്ലേ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ പല്ല് അപ്പോൾ തേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പശയാണ് ആ പല്ലുമ്പോൾ കാണുന്നത്. അപ്പോൾ എനിക്ക് തന്നെ എന്തൊക്കെയോ പോലെ കേട്ടോ. എൻ്റെ മുഖം തന്നെ എന്തോ ആയ പോലെയൊക്കെ തോന്നുന്നത്, ഷേപ്പ് മാറിയ പോലെ. അപ്പോൾ അങ്ങനെ ആദ്യം ഒരു പല്ലൊക്കെ ക്ലീൻ ചെയ്തിട്ടോ. പല്ല് ക്ലീൻ ചെയ്തത് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിലത്തെ ആ വെള്ളം സക്ഷൻ വെക്കുമ്പോൾ അങ്ങനെ തെറിക്കും. അപ്പോൾ ഫോണുമ്മൊക്കെ തെറിക്കേണ്ട എഴുതിയിട്ടോ. പിന്നെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പല്ല് പോളിഷ് ചെയ്യാം കേട്ടോ. കാരണം ക്ലീൻ ചെയ്തതിന് ശേഷം പോളിഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു അളവും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ അത് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒരു 8-9 മാസത്തോളം ഞാൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയാം കേട്ടോ. ഏകദേശം നല്ലോണം അറിയാം. കാരണം ചിലവർക്ക് പല്ല് ക്ലീൻ ചെയ്താൽ നല്ല പുളിപ്പ് വരും, ചിലവർക്ക് അങ്ങനെ വരുമൊന്നുമില്ല. അപ്പോൾ എനിക്കങ്ങനെ പുളിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു വേദനയും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ചില സമയത്ത് മാത്രം കേട്ടോ, ചില സ്കിന്നുമ്മ തട്ടുമ്പോൾ നമ്മളെ ഊനുമ്മ തട്ടുന്ന സമയത്ത് മാത്രമേ വേദന ഉള്ളൂ, അല്ലാതെ വേദന ഒന്നുമില്ല കേട്ടോ. അപ്പോൾ പല്ല് ക്ലീനിങ്ങും പോളിഷിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി പല്ലിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ പോവാം കേട്ടോ. അളവെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലിനിക്കിലുള്ള സമയത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വർക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പല്ല് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും എടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഓരോ പല്ലിൻ്റെ സൈസ് ഉണ്ടാവും, മീഡിയം, ലാർജ്, സ്മാള്, എക്സസ്. അപ്പോൾ ആ ഓരോരുത്തരും ഓരോ അളവ് നോക്കിയിട്ട് അങ്ങനെ എടുക്കും കേട്ടോ. എന്നിട്ട് അതിലൊരു പേസ്റ്റ് ഉണ്ട്, അതാക്കും, ഡൈസ്റ്റോണർ ഇട്ട് അതാക്കും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ 3 കൊല്ലം എൻ്റെ പല്ലിൽ നിന്ന ക്ലിപ്പാണ് ഇട്ടത്. ഇതാണ് മക്കളെ 1 കൊല്ലം 3 മാസം എൻ്റെ വായിലുണ്ടായിരുന്ന സാധനമാണിത്. അപ്പോൾ ഗൈസ് ഞാൻ പല്ലത്തെ ക്ലിപ്പ് ഊരിട്ടോ. ക്ലിപ്പ് ഊരിപ്പോൾ എന്തോ പോലല്ലേ, തൊണ്ണ് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി നേരെ വീട്ടിൽ പോവാണ്. എന്തോ പോലെ ഉണ്ട് ഊരിയിട്ട്. വീട്ടിൽ പോയിട്ട് ശരിക്കും ഡീറ്റെയിൽസൊക്കെ പറയാം. നല്ല ഡോക്ടറാട്ടോ, ഇയമ്മോളോടൊക്കെ നല്ല ഇതിൽ സംസാരിച്ച്, നല്ല ഡോക്ടറാണ്. ഓക്കെ, ഞാൻ അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ മാത്രം കൊടുക്കുള്ളൂ. അപ്പോൾ അത് മതി, ഇനി ഉണ്ടാകുമ്പോൾ അങ്ങനെ കുറച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഊരി തന്നു കേട്ടോ. ഓക്കെ, എന്നാ പറയാ പോവാ. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോകട്ടോ. ഇതാട്ടോ ഡോക്ടറെ, നമ്മുടെ അടുത്തുള്ളവരൊക്കെ വരിക, നല്ല ഡോക്ടറാണ്. ഓക്കെ, ഇപ്പോൾ മഴ ചാറുന്നുണ്ട്, കുട ആകെ ഇതന്നെ ഉള്ളു. എങ്ങനെ നമ്മൾ പോവാ? നോക്കി മഴ പെയ്യുന്നുണ്ട്. പിന്നെ കഴിച്ച് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് ബസ് കിട്ടിട്ടോ, മങ്കട ബസ് തന്നെ കിട്ടി. അതുകൊണ്ട് പിന്നെ വലുതായിട്ട് വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അപ്പോൾ ബസ്സിൽ കയറി പോവാണ്. വീട്ടിലെത്തി. അല്ല എൻ്റെ ക്ലിപ്പൊക്കെ ഒരു അപ്പം മുത്തുമണികളെ എനിക്കെന്തോ പോലെ, ക്ലിപ്പ് പോയിട്ട് എന്തോ പോലെ. അപ്പോൾ എന്താ പറയുക, ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യട്ടോ, പല്ല് ക്ലിപ്പ് ഇട്ടിട്ടാണോ, പല്ലിപ്പോൾ ക്ലിപ്പ് ഊരിയപ്പോൾ കാണാനാണോ ഭംഗിയെന്ന് കേട്ടോ. അപ്പോൾ പല്ലിതാ, പല്ലല്ല ക്ലീന്, ഡോക്ടർ പറഞ്ഞോ പുളിപ്പോ കാര്യങ്ങളൊന്നുമില്ല, പല്ല് ക്ലീൻ ചെയ്തു. അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു വേദന അവിടെ ഇവിടെ ചെറിയതായിട്ട് ഞങ്ങളെ ഊനുമ തട്ടുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യട്ടോ, പല്ല് ക്ലിപ്പ് ഇട്ടിട്ടാണോ രസം, ക്ലിപ്പ് ഇടാതെ അല്ല ക്ലിപ്പ് ഊരിയിട്ടാണോ രസം. ഇനിയിപ്പോൾ ഒറ്റക്കമ്പി വരും കേട്ടോ, അത് അളവെടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ അളവെടുക്കണത് കണ്ടില്ലേ. അപ്പോൾ അതിനി വരും, അതൊരു 4 ദിവസം കഴിഞ്ഞാൽ വരും. അങ്ങോട്ട് ചെല്ലണം, 4 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ബൈ.